ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐറ്റസ് ലേണിംഗ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഡിസംബറിൽ നടന്ന UGC നെറ്റ് എക്സാം മലയാളം പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത സെക്ഷന്റെ 4ാമത്തെ പാർട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 30ഓളം ചോദ്യങ്ങൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ തുടർച്ച എന്നോണമാണ് നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. 31ാമത്തെ ചോദ്യം സ്ക്രീനിലുണ്ട്. ബാലരാമഭരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? ബാലരാമഭരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? കാർത്തിക തിരുനാൾ, സ്വാതി തിരുനാൾ, ഇരയമ്പൻ തമ്പി, അശ്വതി തിരുനാൾ. ആരാണ് ബാലരാമഭരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്? മടി വിചാരിച്ചിരിക്കേണ്ട ആരും എല്ലാവരും ഉത്തരം പറഞ്ഞേ. ബാലരാമഭരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഈ മലയാളം നമ്മുടെ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ മാത്രം, നെറ്റ് മലയാളത്തിന്റെ മാത്രം പ്രത്യേകത ഞാൻ പറയട്ടെ, ഒരൊറ്റ ആള് ക്ലൂ ചോദിക്കില്ല. ബാക്കിയുള്ള ക്ലാസ് ഇപ്പൊ ഞാൻ ജനറലേ HSS ജനറൽ എടുക്കുകയാണെങ്കിലും സെറ്റ് ജനറൽ എടുക്കുകയാണെങ്കിലും ഒരു ചോദ്യത്തിന് പിള്ളേർക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അപ്പൊ ക്ലൂ ചോദിക്കും. ആരെങ്കിലും ഒക്കെ ചോദിക്കും, നിങ്ങൾ മാത്രം ചോദിക്കില്ല. ബാലരാമഭരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഒന്ന് കാർത്തിക തിരുനാളാണ് എന്ന് ടീച്ചർ പറയുന്നുണ്ട്. സുമയും ആൽവിൻ സാറും നിധയും ഷംനദും ധന്യയും എല്ലാവരും ഓപ്ഷൻ 1 പറയുന്നത്. മിണ്ടാതിരിക്കുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളുടെ പേരൊക്കെ ഞാൻ വിളിച്ചു പറയട്ടെ. എന്തൊരു നാണക്കേടാണെന്നേ. ഉത്തരം പറഞ്ഞ പിള്ളേരെ. ത്രിയാഗാസുതി അങ്ങനെ തന്നെയാണോ പേര്? വെറൈറ്റി നെയിമുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ. നീതുരാജ്, വിജീഷ, വിധു ടീച്ചറെ, ഷോണിമ, ഒരുവിധം പേരൊക്കെ നമുക്ക് പരിചിതമായവരാണ്, സ്ഥിരം ക്ലാസ്സിലുള്ളവരാണ്. ഉത്തരം പറഞ്ഞേ. വിജീഷ ഓപ്ഷൻ 1 പറയുന്നുണ്ട്. ബാലരാമഭരതം. ഞാൻ ഒരു ക്ലൂ തരാം. ഇദ്ദേഹമാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്ന രാജാവ്. ഇദ്ദേഹമാണ് ബാലരാമഭരതം. ഇത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണ്. ബാലരാമഭരതം എന്നുള്ളത്. ഇത് എഴുതിയത് ആരാണ്? ഒന്ന് വിജയ ടീച്ചർ ഉറപ്പിച്ച് പറയാണ്, എന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നുള്ള പോലെ. യെസ്, കാർത്തിക തിരുനാളാണ് ബാലരാമഭരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കിയിട്ട് ഈ കൃതി രചിച്ചത് ആരാണ്? കാർത്തിക തിരുനാളാണ്. അപ്പൊ കാർത്തിക തിരുനാളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കാർത്തിക തിരുനാളാണ്. തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വ്യക്തി, രാജാവ്, ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവും കൂടിയാണ് ആരെ? കാർത്തിക തിരുനാൾ. ധർമ്മരാജ എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് കൂടിയാണ് കാർത്തിക തിരുനാൾ. ഇദ്ദേഹം തന്നെയാണ് കിഴവൻ രാജ എന്ന പേരിലും അറിയപ്പെടുന്നത്. മാത്രമല്ല ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് കൂടിയാണ് ഇദ്ദേഹം. ആരെ? കാർത്തിക തിരുനാൾ. ഓക്കെ, തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ ഏതൊക്കെയാ പറയട്ടെ? എഴുതിയെടുക്കോ? പറയാം. സുഭദ്രാഹരണം, പാഞ്ചാലി സ്വയംവരം, രാജസൂയം, ഗന്ധർവ വിജയം, കല്യാണ സൗഗന്ധികം, നരകാസുരവധം. സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം, നരകാസുരവധം. ഇവയാണ്
കാർത്തിക തിരുനാൾ മഹാരാജാവ് ധർമ്മരാജ എന്നും കിഴവൻ രാജ എന്നും അറിയപ്പെടുന്ന തിരുവിതാംകൂറിൽ ആട്ടക്കഥകൾ രചിച്ച രാജാവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കാർത്തിക തിരുനാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാവരും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ. ഇനി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളും ആര് തന്നെയായിരുന്നു? തിരുവിതാംകൂർ രാജാവ് തന്നെയായിരുന്നു അല്ലെ? തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പറഞ്ഞേ. സ്വാതി തിരുനാൾ മഹാരാജാവ് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? സ്വാതി തിരുനാൾ ഏത് പേരിലാ സ്വാതി തിരുനാൾ അറിയപ്പെട്ടിരുന്നത്? അദ്ദേഹത്തിനും ഒരു പേരുണ്ടല്ലോ. ഗർഭത്തിലിരിക്കിയ രാജാവായിട്ടുള്ള ആളാണ് ആര്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ രാമവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സ്വാതി തിരുനാൾ രാമവർമ്മ. ക്ലിയർ അല്ലേ? ഇദ്ദേഹമാണ് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? ദക്ഷിണഭോജൻ. ദക്ഷിണഭോജൻ എന്നറിയപ്പെട്ടിരുന്നത്. ദക്ഷിണഭോജൻ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ദക്ഷിണഭോജൻ എന്നറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹമാണ്. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹമാണ്. ഗർഭശ്രീമാൻ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളാണ്. ക്ലിയർ അല്ലേ? യെസ്. അത് മാത്രമല്ല, തിരുവിതാംകൂറിൽ ആദ്യത്തെ മൃഗശാല സ്ഥാപിച്ചത്, വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിച്ചത്, ആദ്യ സർക്കാർ അംഗീകൃത അച്ചടിശാല സ്ഥാപിച്ചത്, കോടതി, ഇതൊക്കെ ആരുടെ? ആദ്യത്തെ കാനേശുകുമാരി കണക്കെടുപ്പ്, ഇതൊക്കെ ആരുടെ നേതൃത്വത്തിലായിരുന്നു? സ്വാതി തിരുനാളിന്റെ നേതൃത്വത്തിലായിരുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കേരള സംഗീതത്തിന്റെ ചക്രവർത്തി എന്ന് കൂടി ആരറിയപ്പെടുന്നുണ്ട്? സ്വാതി തിരുനാൾ അറിയപ്പെടുന്നുണ്ട്. സ്വാതി തിരുനാൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സ്വാതി തിരുനാൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഇനി ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ചോദ്യം നമ്മുടെ ചോദ്യപേപ്പറിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു താരാട്ടുപാട്ടുണ്ടല്ലോ. അതേതാ? ഇരയിമ്മൻ തമ്പിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു താരാട്ടുപാട്ടുണ്ടല്ലോ. ഏതാ മക്കളെ ആ താരാട്ടുപാട്ട്? ഓമനത്തിങ്കൽ കിടാവോ. യെസ്. രവിവർമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രവിവർമ്മൻ തമ്പി എന്നായിരുന്നു കേട്ടോ. രവിവർമ്മൻ തമ്പി. രവിവർമ്മൻ തമ്പി. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ആട്ടക്കഥകള്, ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ ഏതൊക്കെയാ? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകള് അത് പഠിക്കാനായിട്ട് ഒരു കീവേഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓമനത്തിങ്കൽ കിടാവോ എന്നുള്ള അതിപ്രസിദ്ധമായിട്ടുള്ള താരാട്ടുപാട്ട് ഇരയിമ്മൻ തമ്പിയുടേതാണ്. അതുപോലെ തന്നെ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ ഏതൊക്കെയാ? ഉദ്ധഗി എന്നുള്ള ഒരു കീവേഡ് പഠിച്ചു വെക്കുക. ഉദ്ധഗി. ഉത്തരാ സ്വയംവരം, ധാവണിയും അമൃതയും ഒക്കെ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കീവേഡാണ് ഉദ്ധഗി എന്നുള്ളത്. പഠിച്ചു വെക്കുക. ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, കീചകവധം. കീചകവധം ഇതൊക്കെ ആരുടെ ആട്ടക്കഥകളാണ്? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ്. പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എന്ന ശൃംഖാരഭരിതമായ ഗാനം രചിച്ചത് ഇദ്ദേഹമാണ്. നാരായണീയം ആദ്യമായിട്ട് അച്ചടിച്ചത് ആരാണ്? നാരായണീയം ആദ്യമായിട്ട് അച്ചടിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ. ഗുരുവായൂരപ്പനെ കുറിച്ചിട്ട് അത്തരത്തിൽ എഴുതിയത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ. ക്ലിയർ അല്ലേ? സുഭദ്രാപഹരണം, കൈക്കൊട്ടിക്കളിപ്പാട്ട്. സുഭദ്രാപഹരണം, കൈക്കൊട്ടിക്കളിപ്പാട്ട്, മുറജപപ്പാന, നവരാത്രി പ്രബന്ധം, രാസക്രീഡ, ഇതൊക്കെ ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടേതാണ്. സുഭദ്രാപഹരണം, കൈക്കൊട്ടിക്കളിപ്പാട്ട്, മുറജപപ്പാന, നവരാത്രി പ്രബന്ധം, രാസക്രീഡ, ഈ കൃതികളും ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടേതാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇവയെല്ലാം വരാറുണ്ട്. ഈ പ്രാവശ്യത്തെ പേപ്പറിലും വന്നിട്ടുണ്ടായിരുന്നു. ഓമനത്തിങ്കൽ കിടാവോ എന്നുള്ളതും കരുണ ചെയ്യുവാനെന്ത് താമസം കൃഷ്ണ എന്നുള്ളതൊക്കെ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? ഓമനത്തിങ്കൽ കിടാവോ എന്നുള്ള താരാട്ടുപാട്ട് ആരുടേതാണ് മക്കളെ? വീണ്ടും വീണ്ടും പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ മകള് പ്രസിദ്ധയായിട്ടുള്ള ഒരു ആട്ടക്കഥാകാരിയാണ്. ആട്ടക്കഥ എഴുതിയിട്ടുള്ള ഒരു സ്ത്രീ ആരാണ്? ആള്
ഇരയിമ്മൻ തമ്പിയുടെ മകളായിട്ടുള്ള ആട്ടക്കഥാകാരി ആരാ? കുട്ടിക്കുഞ്ഞി തങ്കച്ചി. വെരി ഗുഡ് ധനലക്ഷ്മി ടീച്ചറെ. കുട്ടിക്കുഞ്ഞി തങ്കച്ചി. കുഞ്ഞിക്കുട്ടി അല്ല കേട്ടാ, കുട്ടിക്കുഞ്ഞി തങ്കച്ചി ഇരയിമ്മൻ തമ്പിയുടെ മകളാണ്. ക്ലിയർ അല്ലേ? ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുക, എന്നാലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 32ാമത്തെ ചോദ്യം. കുന്നും മലയും ഭൂപ്രകൃതിയായ തിണ ഏത്? ഇപ്രാവശ്യം തിണ, അലങ്കാരം, വൃത്തം എന്നിവയിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. തിണയിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ചോദ്യം വരാറുണ്ട്. ഇപ്രാവശ്യവും സെയിം റിപ്പീറ്റ് ചെയ്തു. സിമ്പിൾ ആണ്. നമുക്ക് ഐന്തിണകൾ അറിയാലോ. അതിൽ കുന്നും മലയും ഭൂപ്രകൃതിയായ തിണ ഏതാണ്? നെയ്തലാണോ, മരുതമാണോ, കുറിഞ്ഞിയാണോ, പാലയാണോ? യെസ്, ഐസി ടീച്ചർ പറഞ്ഞില്ലേ, എപ്പോഴും ഞാൻ കുറിഞ്ഞി മല എന്നാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അല്ലെ, കുറിഞ്ചിയാണ് അല്ലെ, കുറിഞ്ചിയാണ്. ഇപ്പൊ ഇവിടെ നെയ്തലുണ്ട്, മരുതമുണ്ട്, കുറിഞ്ഞിയുണ്ട്, പാലയുണ്ട്. ഒരെണ്ണത്തിന്റെ കുറവുണ്ടല്ലോ, 5ാമതൊരു തിണ കൂടിയില്ലേ, അതേതാണ്? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. നെയ്തലുണ്ട്, മരുതം പറഞ്ഞു, കുറിഞ്ഞി പറഞ്ഞു, പാലൈ പറഞ്ഞു. മുല്ലൈ. യെസ്, മുല്ലൈ തിണ. അപ്പൊ നെയ്തൽ, മരുതം, കുറിഞ്ഞി, പാലൈ, മുല്ലൈ എന്നിവയാണ് ഐന്തിണകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐന്തിണകൾ, അല്ലേ മക്കളെ? ഇപ്പൊ മലയോട് ചേർന്ന കുറിഞ്ഞിത്തിണയെ കുറിച്ച് എഴുതിക്കോളൂ. മലയോട് ചേർന്ന സ്ഥലവുമാണ് കുറിഞ്ചി നിലം എന്ന് പറയുന്നത്. സംഭോഗ ശൃംഗാരം കുറിഞ്ചിത്തിണയിലാണ് കാണുന്നത്. സംഭോഗ ശൃംഗാരം കാണുന്നത് എവിടെയാണ്? കുറിഞ്ചിത്തിണയിലാണ് സംഭോഗ ശൃംഗാരം കാണുന്നത്. നായികാനായകന്മാർക്ക് അനുരാഗോദയം ഉണ്ടാകുന്നതും എവിടെയാണ്? കുറിഞ്ചി നിലത്ത് വെച്ചിട്ടാണ്. കുറിഞ്ചി നിലത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. മലയോട് ചേർന്നുള്ള സ്ഥലവുമാണ് കുറിഞ്ചി നിലം. സംഭോഗ ശൃംഗാരമാണ് കുറിഞ്ചിത്തിണയിൽ കാണുന്നത്. നായികാനായകന്മാർക്ക് അനുരാഗോദയം ഉണ്ടാകുന്നത് കുറിഞ്ചി നിലത്ത് വെച്ചിട്ടാണ്. ഇനി കുറിഞ്ചി നിലം, അവിടുത്തെ ദൈവം ആരാണ്? അവിടുത്തെ ദേവൻ മുരുകനാണ്, അല്ലെ? ദേവൻ മുരുകനാണ് കുറിഞ്ചി മലയിലെ ദൈവം എന്ന് പറയുന്നത്, മുരുകൻ. ക്ലിയർ ആയല്ലോ കുറിഞ്ചി നിലം. ഇനി മുല്ലൈ നിലം നോക്കാം. മുല്ലയുടെ മുല്ലക്കാട്, അല്ലെ? കാടു ചേർന്ന ഇടവുമാണ് മുല്ലൈ നിലം. ഭർത്താക്കന്മാരെ പിരിഞ്ഞ നായികമാർ അവരെ കാത്തിരിക്കുന്നത് ഇവിടെയാണ്. അതായത് മുല്ലൈ നിലത്തിന്റെ ഭാവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭർത്താക്കന്മാരെ പിരിഞ്ഞ നായികമാർ അവരെ കാത്തിരിക്കുന്നത് മുല്ലൈ നിലത്തിലാണ്. ഇനി മുല്ലൈ നിലത്തിലെ ദൈവമാരാ? മായോനാണ്, അല്ലെ? ആരാ മായോൻ? കൃഷ്ണനാണ്. മായോൻ അഥവാ കൃഷ്ണനാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഏതാ പറയണ്ടേ? മരുതം എന്ന് വെച്ചാൽ എന്താണ്? വയൽ ചേർന്ന ഇടം, അതിനെയാണ്, അല്ലെങ്കിൽ നദീതീര പ്രദേശമാണ് ഏത്? കൃഷിക്ക് യോഗ്യമായ പ്രദേശമാണ് മരുതനിലം. ഓക്കെ, ഇവിടത്തെ ഭാവം എന്ന് പറയുന്നത് സ്ത്രീകൾ വേശ്യാസക്തരായിട്ടുള്ള ഭർത്താക്കന്മാരുമായിട്ട് കലഹിക്കുന്നു. മരുതനിലം വയൽ ചേർന്ന ഇടവുമാണ് മരുതനിലത്തിന്റെ പ്രത്യേകത. സ്ത്രീകൾ വേശ്യാസക്തരായ ഭർത്താക്കന്മാരുമായി കലഹിക്കുന്നത് മരുതനിലത്തിലാണ്. ഇനി മരുതനിലത്തിലെ ദൈവം ആരാ മക്കളെ? മരുതനിലത്തിലെ ദൈവം ആരാ? പറഞ്ഞേ. മുല്ലൈ നിലത്തിൽ മായോൻ കൃഷ്ണനാണ് എന്ന് നമ്മൾ പറഞ്ഞു. കുറിഞ്ചി നിലത്തിൽ ആരാണ്? ദേവൻ മുരുകനാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മരുതനിലത്തിൽ ആരാണ്? മരുതം വേന്തൻ അഥവാ ഇന്ദ്രനാണ്. ഇന്ദ്രനാണ്. ക്ഷംനാഥ് ഇന്ദ്രനാണ് കേട്ടോ, ഇന്ദ്രനാണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാ? മരുതം കഴിഞ്ഞ നെയ്തൽ നിലത്തിന്റെ പ്രത്യേകത എന്താണ്? കടൽ തീരമാണ്, അല്ലെ? കടൽക്കര, അതാണ് നെയ്തൽ തിണം. വിരഹിണിയായ നായക തനിച്ചിരുന്ന് വിലപിക്കുന്നത് ഇവിടെയാണ്. നെയ്തൽ നിലത്തിന്റെ
ദൈവം ആരാണ്? കുലദൈവം ആരാണ്? വരുണൻ. 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 യെസ്. കൊറ്റവയല്ല കേട്ടോ അഞ്ജലി, കൊറ്റവയല്ലേ, വരുണനാണ്. ഇനി ഏറ്റവും അവസാനമാണ് നമ്മൾ ഏത് നിലത്തെ കുറിച്ച് പറയുന്നത്? പാലൈ നിലത്തെ കുറിച്ച്. വരണ്ട് മണൽക്കാടായി തീർന്ന പ്രദേശമാണ് പാലൈ നിലം. വരണ്ട് മണൽക്കാടായി തീർന്ന പ്രദേശമാണ് പാലൈ നിലം. കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള നിലമാണിത്. വിരഹത്തെ ഓർത്ത് നായികമാർ പുലമ്പുന്നു. വിരഹത്തെ ഓർത്ത് നായികമാർ പുലമ്പുന്നു. പാലൈ നിലം. പാലൈ നിലം ഊഷരഭൂമിയാണ്, വിജന പ്രദേശമാണ്. രണദേവതയായ കൊറ്റവൈ, സോറി, കൊറ്റവൈ, 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 കൊറ്റൈവയല്ല, കൊറ്റവൈ ആണ് പാലൈ നിലത്തിലെ രണദേവത. സംഘകാല ദേവത എന്നറിയപ്പെടുന്നതും ആരാണ്? കൊറ്റവയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? കുന്നും മലയും ഭൂപ്രകൃതിയായി തിണയാണ് കുറിഞ്ചി നിലം. നായികന്മാർക്ക് അനുരാഗോദയം ഉണ്ടാകുന്നത് കുറിഞ്ചി നിലത്ത് വെച്ചാണ്. സംഭോഗ ശൃംഗാരം കുറിഞ്ചി തിണയിലാണ് കാണുന്നത്. മുല്ലൈ നിലം കാടും കാടു ചേർന്ന ഇടവുമാണ്. കാടും കാടു ചേർന്ന ഇടവുമാണ് മുല്ലൈ നിലം എന്ന് പറയുന്നത്. ഭർത്താക്കന്മാരെ പിരിഞ്ഞ നായികമാർ അവരെ കാത്തിരിക്കുന്നത് മുല്ലൈ നിലത്തിലാണ്. ദെൻ മരുത നിലം വയലും വയൽ ചേർന്ന ഇടവുമാണ് മരുത നിലത്തിൽ. സ്ത്രീകൾ വേശ്യാസക്തരായ ഭർത്താക്കന്മാരുമായി കലഹിക്കുന്നത് ഇവിടെയാണ്. നെയ്തൽ നിലം കടൽക്കരയാണ്. നെയ്തൽ നിലം വിരഹിണിയായ നായിക തനിച്ചിരുന്ന് വിലപിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി പാല നിലം. പാല വരണ്ടു മണൽക്കാടായി തീർന്ന പ്രദേശമാണ്. വിരഹത്തെ ഓർത്ത് നായികമാർ പുലമ്പുന്നു. ക്ലിയർ അല്ലേ? ഇനി ഈ പ്രധാനപ്പെട്ട 5 ഇണകളും അവയുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും അവിടുത്തെ ദേവന്മാരും, ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള സ്ലൈഡാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. കുറിഞ്ചി കുന്നിൻ പ്രദേശം, മലപ്രദേശമാണ്. ദേവൻ മുരുകനാണ്. മുല്ലൈ സസ്യയോഗമായ മേച്ചിൽപ്പുറങ്ങളുള്ള കാടും കാട് ചേർന്ന പ്രദേശവുമാണ്. മുല്ലൈ കുലദൈവം മായോൻ കൃഷ്ണനാണ്. മരുതം എന്ന് പറയുന്നത് സമതല പ്രദേശമാണ്, കൃഷിക്ക് അനുയോജ്യമായി ആയിട്ടുള്ള പ്രദേശമാണ്. കുലദൈവം വേന്ധൻ അഥവാ ഇന്ദ്രനാണ്. പാലൈ ഊഷരഭൂമിയായ വിജന പ്രദേശമാണ്. കൊറ്റവൈ എന്ന രണദേവതയാണ് ഇവിടുത്തെ ദൈവം. നെയ്തൽ എന്താണ്? കടൽ തീരം. കുലദൈവം ആരാണ്? വരുണനാണ്. 5 ഇണകൾ കിട്ടിയില്ലേ മക്കളെ? 5 ഇണകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി തെറ്റിക്കില്ലല്ലോ? ഇനി ആരും തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2ാമത്തെ ചോദ്യവും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ സ്ലൈഡ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുറിഞ്ചി, മുല്ലൈ, മരുതം, പാലൈ അവയുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും ദൈവത്തെയും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ സ്ലൈഡും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എഴുതി വെച്ചതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. ഓക്കെ, അടുത്തതിലേക്ക് കടക്കുകയാണ്. ഐപ്പെരും കാവ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഐപ്പെരും കാവ്യങ്ങൾ എന്താ സംഭവം? ഐപ്പെരും കാവ്യങ്ങൾ എന്താ? ഐപ്പെരും കാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത്, ഐപ്പെരും കാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താ? പറഞ്ഞേ, ഐപ്പെരും കാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത് പഞ്ചമഹാകാവ്യങ്ങൾ. അത്രയേ ഉള്ളൂ. ധന്യ ടീച്ചർ വന്നിട്ടുണ്ടല്ലോ. പഞ്ചമഹാകാവ്യങ്ങൾ, മഹാകാവ്യങ്ങളല്ല, പഞ്ചമഹാകാവ്യങ്ങൾ. 5 പെരും മഹാ എന്താണ്? പഞ്ചമഹാകാവ്യങ്ങൾ. തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങൾ നമ്മൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത്, മഹാകാവ്യങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തമിഴ് പഞ്ചമഹാകാവ്യങ്ങളും സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങളും അതുപോലെ തന്നെ മലയാളത്തിലെ പഞ്ചമഹാകാവ്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഐപ്പെരും കാവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ചിലപ്പതികാരം, മണിമേഖല, കുണ്ടലകേശി, പതിറ്റുപത്ത്. ഏതാണ് ഉത്തരം? ഇതിലൊരെണ്ണം സംഘകാലകൃതിയാണ്. സംഘകാല രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള സ്തുതിയാണ്. നമുക്കറിയാം ഏതാണ് ആ കൃതി? പതിറ്റുപത്താണ്. പതിറ്റുപത്ത് എന്തിൽ പെടുന്നില്ല? ഐപ്പെരും കാവ്യങ്ങളിൽ പെടുന്നില്ല. അപ്പൊ ഏതൊക്കെയാണ് ഈ ഐപ്പെരും കാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത്? ചിലപ്പതികാരം നമ്മൾ പറഞ്ഞു. ചിലപ്പതികാരം 1-ാം നൂറ്റാണ്ടിൽ
1-ാം നൂറ്റാണ്ടിൽ വിരചിതമായ കൃതിയാണ്. ഇനി ചിലപ്പോ ഈ കൃതികള് കാലഗണനാക്രമം ചോദിക്കും. 1-ാം നൂറ്റാണ്ടിലെ കൃതിയാണ് ചിലപ്പതികാരം. ചിലപ്പതികാരം എഴുതിയത് ആരാ മക്കളെ? വെരി ഗുഡ് വിധു ടീച്ചറെ. ഇളങ്കോവടികളാണ്. ഇളങ്കോവടികളാണ് എന്ത് എഴുതിയത്? ചിലപ്പതികാരം എഴുതിയത്. മണിമേഖല 5-ാം നൂറ്റാണ്ടിലെ കൃതിയാണ്. അതും മാത്രമല്ല ഇതൊരു ബുദ്ധഗ്രന്ഥമാണ്. ആരാണ് എഴുതിയത്? മണിമേഖല ആരുടെ കൃതിയാ? ചാത്തനാരുടെ ബൗദ്ധ ഗ്രന്ഥമാണ് ഏത്? മണിമേഖല. ക്ലിയർ അല്ലേ? ഇനി കുണ്ടലകേശി 5-ാം നൂറ്റാണ്ടിലാണ് എന്തും വരുന്നത്? കുണ്ടലകേശി വരുന്നത്. ഇതും എന്ത് കൃതിയാണ്? ബുദ്ധഗ്രന്ഥമാണ്. ആരാണ് കുണ്ടലകേശി എഴുതിയത്? നഖുത്തനാറാണ് എന്ത് എഴുതിയത്? കുണ്ടലകേശി എഴുതിയത്. അപ്പോ ചിലപ്പതികാരം, മണിമേഖല, കുണ്ടലകേശി നമ്മൾ പറഞ്ഞു. ഇനി ഐപ്പെരുങ്കാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 5 എണ്ണം വേണ്ടേ? ഇവിടെ ഇപ്പൊ 3 എണ്ണല്ലേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 4ഉം 5ഉം ഏതാ? പറഞ്ഞേ. ഐപ്പെരുങ്കാവ്യങ്ങളിൽ ഇനി പറയാനുള്ളത് ഏതൊക്കെയാ? ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞേ. വളയാപതി. യെസ്, അടുത്തത് വളയാപതിയാണ്. വളയാപതി എന്നുള്ള കൃതിയുടെ പ്രത്യേകത എന്താ? അത് അജ്ഞാത കർത്തൃകമായിട്ടുള്ള ഒരു കൃതിയാണ്. ഇത് 9-ാം നൂറ്റാണ്ടിൽ വിരചിതമായ കൃതിയാണ് അല്ലെ. ഇതൊരു ജൈന സാഹിത്യ ഗ്രന്ഥമാണ്. ഏത്? വളയാപതി. ഇനി തിരുടക്കേട്ടവരുടെ ഒരു കൃതി ഉണ്ടല്ലോ. അതേതാണ്? ജീവക ചിന്താമണി. ഇത് 10-ാം നൂറ്റാണ്ടിലെ ജൈന സാഹിത്യ ഗ്രന്ഥമാണ്. ഏത്? ജീവക ചിന്താമണി. നമ്മൾ ജീവകം എന്ന് പറയും, തമിഴിൽ അത് ജീവക ചിന്താമണി എന്ന് പറയും. ക്ലിയർ അല്ലേ? കിട്ടിയോ എല്ലാവർക്കും കിട്ടിയോ? തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങൾ, ഐപ്പെരും കാവ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. ചിലപ്പതികാരം, മണിമേഖല, കുണ്ടലകേശി, വളയാപതി, ജീവക ചിന്താമണി എന്നീ കൃതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു കൃതി കൂടി ഉണ്ട്. അത് ഏതാ? പതിറ്റുപത്ത് അല്ലെ. ഐപ്പെരുങ്കാവ്യങ്ങളിൽ ഉൾപ്പെടാത്തതായിട്ട് നമ്മൾ പറഞ്ഞ കൃതിയാണ് ഏത്? പതിറ്റുപത്ത് എന്നുള്ള കൃതി. ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള കൃതിയാണിത് അല്ലെ. ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള കൃതിയാണ് ഏത്? പതിറ്റുപത്ത് എന്ന് പറയുന്നത് ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള കൃതിയാണ്. ചേരനാട്ടു രാജാക്കന്മാരായ 10 പേരെ കുറിച്ച് 10 പാട്ടുകൾ വീതം 100 പാട്ടുകൾ ചേർന്ന സമാഹാരത്തെയാണ് പതിറ്റുപത്ത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സംഘസാഹിത്യ കൃതിയാണിത്. ഇതൊരു സംഘസാഹിത്യ കൃതിയാണ്. പതിറ്റുപത്ത് എന്ന് പറയുന്നത് പുറം കൃതിയാണ് എന്ന് വെച്ചാൽ എന്താ? അകം കൃതി എന്ന് പറയുന്നത് പ്രണയം തുടങ്ങിയ വികാരങ്ങളുമായി ബന്ധത്താണ് അകം കൃതികൾ. പുറം കൃതികൾ എന്ന് പറയുന്നത് വീരേതിഹാസപരമായിട്ടുള്ള യുദ്ധം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൃതിയാണ് ഏത്? പുറം കൃതികൾ. ക്ലിയർ അല്ലേ? അപ്പൊ പതിറ്റുപത്ത് ഒരു പുറം കൃതിയാണ്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പതിറ്റുപത്ത് തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങൾ ചിലപ്പതികാരം, മണിമേഖല, ജീവക ചിന്താമണി, കുണ്ടലകേശി, വളയാപതി എന്നിവയാണ്. ക്ലിയർ അല്ലേ? നന്നൂലിലാണ്, തമിഴ് വ്യാകരണ ഗ്രന്ഥമായ നന്നൂലിലാണ് പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ചുള്ള ആദ്യ പരാമർശം കാണുന്നത്. ക്ലിയർ അല്ലേ? പഞ്ചമഹാകാവ്യങ്ങൾ തമിഴിലുണ്ട് എന്ന ആദ്യ പരാമർശം കാണുന്നത് നന്നൂലിലാണ്. 1 മുതൽ 10 നൂറ്റാണ്ടിനിടയ്ക്കാണ് ഈ കൃതികളുടെ എല്ലാം രചനാകാലം. ഇനി തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളും അത് എഴുതിയത് ആരാണ് എന്നും അവയുടെ കാലഘടന അല്ലെങ്കിൽ അത് ഏത് വിഭാഗത്തിൽ പെടുന്നു ഇതെല്ലാം ഒറ്റ സ്ലൈഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ലത് കൺഫ്യൂഷൻ ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളിലൂടെ മാർക്കുകളിലൂടെ
ഫ്ലോ ചാർട്ടിലൂടെ ടേബിൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ടൊക്കെ കൃത്യമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ടാണ് I+ നെറ്റ് മലയാളം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്തതിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഓപ്ഷൻസും ആൻസറും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കൂ, 2025 ജൂണിൽ നടന്ന പരീക്ഷയിലും ഡിസംബർ സർക്കിളിലെ പരീക്ഷയിലും ഒരുപോലെ ആവർത്തിച്ചതാണ് പട്ടാളകൃതികൾ. പട്ടാളകൃതികൾ ഒരുപോലെ ആവർത്തിച്ച ചോദ്യമേഖലയാണ്. ഇവിടെ നോക്കൂ, പട്ടാള ക്യാമ്പിലെ 5 ചെറുപ്പക്കാരെ കേന്ദ്രമാക്കിയുള്ള നന്ദനാരുടെ നോവലേത്? നന്ദനാരുടെ നോവലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വേഗമുത്തരം പറഞ്ഞോളൂ, വേഗമുത്തരം പറഞ്ഞോളൂ. പറയൂ. ആൻസർ ആയിക്കോട്ടെ. ഞാൻ അതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ പട്ടാളകൃതി ഏതാണ് ചോദ്യം എന്നുള്ളതൊന്ന് തപ്പിയിട്ട് വരാം. നിങ്ങൾ വേഗത്തിന്റെ ഉത്തരം പറഞ്ഞേ. പട്ടാള ക്യാമ്പിലെ 5 ചെറുപ്പക്കാരെ കേന്ദ്രമാക്കിയിട്ടുള്ള കൃതി ഏതാണ്? അനുഭൂതികളുടെ ലോകമാണോ, അറിയപ്പെടാത്ത മനുഷ്യജീവികളാണോ, അനുഭവങ്ങളാണോ, ഉണ്ണിക്കുട്ടന്റെ ലോകമാണോ? എന്തായാലും ഉണ്ണിക്കുട്ടന്റെ ലോകമല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ബാക്കിയുള്ളതിൽ ഏതാണ് പട്ടാള ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതി എന്ന് പറയുന്നത്? ഉത്തരം പറയുന്നുണ്ട്. എല്ലാവരും ഓപ്ഷൻ 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ഓപ്ഷൻ 2 ആണോ? യെസ്. പട്ടാള ക്യാമ്പിലെ 5 ചെറുപ്പക്കാരുടെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ടുള്ള നന്ദനാരുടെ നോവലാണ് അറിയപ്പെടാത്ത മനുഷ്യജീവികൾ. ഒരു മിനിറ്റ് മക്കളെ, കഴിഞ്ഞ പ്രാവശ്യം പട്ടാള ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പട്ടാള കൃതികളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് തപ്പിയെടുക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതുവരെ എഴുതിയതൊക്കെ ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കണേ. ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് തപ്പിയിട്ട് വരട്ടെ. എന്റെ കയ്യിൽ ബുക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. ആരുടെങ്കിലും കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ അവര് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഇല്ല, എനിക്കത് ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ല. ഓക്കെ, ഇവിടെ നോക്കൂ, പട്ടാള ക്യാമ്പിലെ 5 ചെറുപ്പക്കാരുടെ ജീവിതം കേന്ദ്രമാക്കിയിട്ടുള്ള നോവൽ ഏതാണ്? അറിയപ്പെടാത്ത മനുഷ്യർ. ഉണ്ണിക്കുട്ടന്റെ ലോകം ആരുടെ കൃതിയാ മക്കളെ? ഉണ്ണിക്കുട്ടന്റെ ലോകം എന്നുള്ളത് ആരുടെ കൃതിയാ? നമുക്കറിയാമല്ലോ. ഉണ്ണിക്കുട്ടന്റെ ലോകം എഴുതിയത് ആരാണ്? ഉണ്ണിക്കുട്ടന്റെ ലോകം എഴുതിയത് ആരാണ്? നന്ദനാര് തന്നെയാണ് ഉണ്ണിക്കുട്ടന്റെ ലോകവും എഴുതിയിട്ടുള്ളത്. ഇനി അറിയപ്പെടാത്ത മനുഷ്യജീവികൾ എന്നുള്ളതും എന്താണ് പട്ടാള ക്യാമ്പ് തന്നെയാണ്, അല്ലെ? ഇനി അനുഭൂതികളുടെ ലോകം എന്നുള്ള കൃതി ആരുടെ നോവൽ തന്നെയാണ്? നന്ദനാരുടെ നോവൽ തന്നെയാണ്. ഇതും എന്താണ്? പട്ടാള ജീവിതം തന്നെയാണ് ഇവിടെയും പ്രമേയം. പട്ടാള ജീവിതം തന്നെയാണ് ഈ നോവലിലെയും പ്രമേയം. ഓക്കെ, ബാലചന്ദ്രനാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം. ഓക്കെ, ഇനി അനുഭവങ്ങൾ എന്നുള്ള കൃതി 1975 ഇദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് അനുഭവങ്ങൾ എന്നുള്ള കൃതി. ഇതും എന്താണ്? പട്ടാള ജീവിതം പശ്ചാത്തലമായി വരുന്ന കൃതിയാണ്, നന്ദനാരുടെ കൃതിയാണ്. അതായത് നന്ദനാരെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പുള്ള ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ അനാവരണം ചെയ്യുന്ന നോവലാണ് അനുഭവങ്ങൾ. ക്ലിയർ അല്ലേ? യെസ്. അറിയപ്പെടാത്ത മനുഷ്യജീവികളിലാണ് ഒരു പട്ടാള ക്യാമ്പിലെ 5 ചെറുപ്പക്കാരെ ഇദ്ദേഹം കേന്ദ്രമാക്കിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അനുഭവങ്ങൾ പട്ടാള ജീവിതമാണ് വിജിഷ. പക്ഷെ ഇവിടെ ചോദ്യം നോക്കൂ, നമുക്ക് ചോദ്യത്തിൽ വ്യക്തമായി തന്നിട്ടുണ്ട് പട്ടാള ക്യാമ്പിലെ 5 ചെറുപ്പക്കാരെ കേന്ദ്രമാക്കിയിട്ടുള്ള കൃതി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് സെക്കൻഡ്. പവിത്രമോതിരം, പെൺബുദ്ധി, മകൾ, സോനാഗാച്ചി.
മലയാളത്തിലെ സ്ത്രീ കഥാകൃത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. രാജലക്ഷ്മി, ലളിതാംബിക അന്തർജനം, കെ സരസ്വതി അമ്മ, മാധവിക്കുട്ടി. നമുക്ക് എല്ലാവർക്കും പരിചിതരായവരുടെ പേരാണ് തന്നിരിക്കുന്നത്. ഈ കൃതികൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള കൃതികൾ തന്നെയാണ്, അല്ലാതെ പുതുതായിട്ട് ആദ്യമായിട്ട് ചോദിക്കുന്ന കൃതികളൊന്നുമല്ല. ഇതും എന്താണ്, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കൃതികളാണ് അല്ലെ. പവിത്രമോതിരം എന്നുള്ള കഥ ആരുടെയാ? പവിത്രമോതിരം, ഇത് കഥയിൽ നിന്നുള്ള ചോദ്യമാണ്. കഥ പവിത്രമോതിരം എന്നുള്ള കഥ ആരുടെയാണ് മക്കളെ? പവിത്രമോതിരം ആരുടെ കഥയാണ്? ചോദിക്കുന്നത് ഒന്ന് ഉത്തരം പറഞ്ഞേ. പവിത്രമോതിരം ആരുടെ കഥയാണ്? പവിത്രമോതിരം ലളിതാംബിക അന്തർജനത്തിന്റെ കഥയാണ് അല്ലെ. ലളിതാംബിക അന്തർജനത്തിന്റെ കഥയാണ് പവിത്രമോതിരം. അപ്പോ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. A2 എന്ന് കിട്ടിയാൽ ബാക്കി 2 ഓപ്ഷൻസും നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി പെൺബുദ്ധി, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് പെൺബുദ്ധി എന്നുള്ളത്. പെൺബുദ്ധി ആരുടേതാണ്? കെ സരസ്വതി അമ്മയുടേതാണ്. നമ്മൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട കഥകളാണ് കേട്ടോ. എന്ത് അടിപൊളി കഥകളാണെന്നറിയോ കെ സരസ്വതി അമ്മയുടെ. പെൺബുദ്ധി ആരുടെ കഥകളാണ്? കെ സരസ്വതി അമ്മയുടെ കഥയാണ്. അപ്പൊ B3 എന്നുള്ള ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷനിലും മൂന്നാമത്തെ ഓപ്ഷനിലും B3 ആണ് കിടക്കുന്നത്. റൈറ്റ്. മകൾ എന്നുള്ള കഥ ആരുടേതാണ്? രാജലക്ഷ്മിയുടെ കഥയാണ്. C1. ഇപ്പൊ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും 2 എന്നുള്ളത്. മകൾ ആരുടേതാണ്? രാജലക്ഷ്മിയുടേതാണ്. സോനാഗാച്ചി ആരുടേതാണ്? മാധവിക്കുട്ടിയുടേതാണ്. ഞാൻ അത് മാത്രമേ നോക്കിയുള്ളൂ. സോനാഗാച്ചി എന്നുള്ള കഥ അത്രയും ഗംഭീരമായ കഥയാണ്. ആരുടേതാണ്? മാധവിക്കുട്ടിയുടേതാണ്. ആ ഒറ്റ കഥ അറിഞ്ഞ് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇല്ലേ? കുറെ പേര് അങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചറെ സോനാഗാച്ചിയും പെൺബുദ്ധിയും മാത്രം നോക്കിയിട്ടാണ് ഉത്തരം കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേര് തംസപ്പ് ഒക്കെ തരുന്നുണ്ട്. ശരിയാണ്. എന്താ വെച്ചെങ്കിൽ സോനാഗാച്ചി, നമുക്ക് ചില ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അത്തരത്തിലുള്ള ഒരു ചോദ്യം, നല്ലൊരു ചോദ്യമാണിത്. ഇവിടെ റിപ്പീറ്റേഷനും ഉണ്ട്. പവിത്രമോതിരവും പെൺബുദ്ധിയും സോനാഗാച്ചിയും എന്താണ്? റിപ്പീറ്റേഷൻ ആണ്. മകളാണ് പിന്നെയും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കഥയായിട്ട് പറയുന്നത്. അപ്പൊ രാജലക്ഷ്മിയുടെ മകൾ എന്നുള്ള കഥ നോട്ട് ചെയ്ത് വെക്കണേ. A2, B3, C1, D4. ഓപ്ഷൻ 2 ആണ് ആൻസർ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഇവിടെ വേണ്ട. കൃത്യമായിട്ട് മാച്ച് ദി ഫോളോയിങ് ചെയ്ത് പോവാ. ഓക്കെ, അടുത്തത് വീണ്ടും മാച്ച് ദി ഫോളോയിങ്. കൃതികൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്തുമായി ബന്ധപ്പെടുന്നതാണ്? നാടകം അല്ലെ. നമ്മൾ ഏതൊരു പാഠം, ഒരു ടോപ്പിക് തുടങ്ങുമ്പോഴും ആദ്യം നമ്മൾ പറയാ സഹായക ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥസൂചി എന്നൊക്കെയാണ് ഞാൻ പറയാറ്. എന്താ വെച്ചാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഷുവർ ആണ്. 2025 ജൂണിൽ നടന്ന നെറ്റ് പരീക്ഷയിലെ അതുവരെ ചോദിച്ചിരുന്ന ആട്ടക്കഥകളിൽ നിന്നും നാടകങ്ങളിൽ നിന്നും സിനിമയിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും കണ്ടതുകൊണ്ട് തന്നെ കഴിഞ്ഞ നെറ്റിന്റെ I+ന്റെ ലൈവ് ബാച്ചിലുള്ള കുട്ടികൾക്കറിയാം, നമ്മൾ ആദ്യം ഓൾറെഡി ഉള്ള കോഴ്സിന് മുഴുവൻ പൊളിച്ച് എഴുതിക്കൊണ്ട് നാടകം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയായിരുന്നു ചെയ്തത് അല്ലേ? വിധു ടീച്ചറെ, ധനലക്ഷ്മി ടീച്ചറെ, ആവണി പറഞ്ഞേ, നിങ്ങൾ പറയൂ, നിങ്ങളാണ് പറയേണ്ടത്. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്രയും ഗംഭീരമായിട്ടായിരുന്നു ആ ഒരു പോർഷൻ, ഒരു 2-2.5 മാസമാണ് ആ ഒരു പോർഷൻ മാത്രം എടുത്തത്. എന്താ വെച്ചാൽ നാടകത്തിന്റെ ഉള്ളിൽ നിന്ന് അടക്കം കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ ചോദിക്കുന്നത് കൊണ്ട് അത്തരത്തിൽ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വരികയായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പോഴും നമ്മൾ എന്താണ്, തുടക്കം ഇവിടെ നിന്ന് തന്നെയാണ്, ഇത്തരത്തിലുള്ള കൃതികളിൽ നിന്ന് തന്നെയാണ്. പറയൂ, ഉയരുന്ന യവനിക മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആരുടേതാണ് ഉയരുന്ന യവനിക എന്നുള്ള പഠന ഗ്രന്ഥം, നാടക പഠന ഗ്രന്ഥം ആരുടേതാണ്? CJയുടേതാണ്. A3 ആണ് അല്ലെ? A3 ആണ്. ഒരെണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. A3. ഉയരുന്ന യവനിക ആരുടേതാണ്? ഉയരുന്ന യവനിക ആരുടേതാണ്? CJ തോമസിന്റേതാണ്. ഇനി ജൈവ നാടകവേദി, ഇത് റിപ്പീറ്റഡ് ആണ്. നെറ്റിന്റെ പഴയ ചോദ്യ പേപ്പറിലും ഇത് വന്നിട്ടുണ്ട്, സെറ്റിന്റെ ചോദ്യ പേപ്പറിലും ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ജൈവ നാടകവേദി ആരുടേതാണ്? L. തോമസ് കുട്ടിയുടേതാണ് ജൈവ നാടകവേദി എന്നുള്ളത്. B5 ആണ്, അല്ല 4 ആണ്. B4 ആണ്. അപ്പോഴും നമ്മൾ ഒരെണ്ണം എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ധനലക്ഷ്മി ടീച്ചർ ഓപ്ഷൻ 3 ആണ് ആൻസർ എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം ടീച്ചറെ. ആവണിയും ടൈപ്പ് പറഞ്ഞു, അതായത് ജൈവനാടകവേദിയാണ് 2 പേർക്കും ഡൗട്ട് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതാരുടെയാണെന്ന് കിട്ടിയ പക്ഷെ ഉത്തരത്തിലേക്ക് വന്നു. നിത ടീച്ചറും വന്ന ആൻസറിലേക്ക്.
ഞാൻ പറയുമ്പോ ധനലക്ഷ്മി ടീച്ചർ ശരിക്കും നോക്കി കറക്റ്റ് ഇവരിനൊക്കെ ഇത്ര നാളും പഠിപ്പിച്ചതല്ലേ, എനിക്കറിയാം ഇവരെങ്ങനെ ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ ജൈവ നാടകവേദി ഏതാണ്? എൽ തോമസ് കുട്ടിയുടേതാണ്. ഇനി തെരുവ് നാടകം സിദ്ധാന്തവും പ്രയോഗവും. തെരുവ് നാടകം സിദ്ധാന്തവും പ്രയോഗവും സി ഏതാണ്? തെരുവ് നാടകം സിദ്ധാന്തവും പ്രയോഗവും എന്നുള്ളത് ആരുടേതാണ്? ഗ്രാമപ്രകാശ് മാഷിന്റേതാണ് അല്ലെ? NR ഗ്രാമപ്രകാശ്. NR ഗ്രാമപ്രകാശിന്റേതാണ്. റിപ്പീറ്റഡ് ആണ്. അത് ആവണിയും ഇത് ടീച്ചറൊക്കെ പറയുന്നുണ്ട്. റിപ്പീറ്റഡ് ആണ് കേട്ടോ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നാടകരൂപക ചർച്ച ആരുടേതാണ്? നാടകരൂപക ചർച്ച ആരുടേതാണ്? നാടക സർവസ്വവും നാടകരൂപക ചർച്ചയൊക്കെ ആരുടേതാണ്? കാട്ടുമാടം നാരായണന്റേതാണ്. ആരുടേതാണ്? കാട്ടുമാടം നാരായണന്റേതാണ്. D2 എന്ന് കിട്ടിയാൽ നമുക്ക് ഓപ്ഷൻ ഇവിടെ കിട്ടി. ഏതാണ് ഓപ്ഷൻ 3 ആൻസർ. ക്ലിയർ അല്ലേ? റിപ്പീറ്റ് എഴുതിയത് തന്നെ വീണ്ടും വായിച്ചു നോക്കിയ മക്കളെ. ഉയരുന്ന യവനിക CJ തോമസ്. ജൈവ നാടകവേദി എൽ തോമസ് കുട്ടി. തെരുവ് നാടകം സിദ്ധാന്തവും പ്രയോഗവും NR ഗ്രാമപ്രകാശ്. നാടകരൂപക ചർച്ച രൂപക ചർച്ചയല്ല കേട്ടോ, നാടകരൂപ ചർച്ച ആരുടേതാണ്? കാട്ടുമാടം നാരായണന്റേതാണ്. ക്ലിയർ അല്ലേ? നാടക പഠന ഗ്രന്ഥങ്ങളെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. മാച്ച് ദി ഫോളോയിങ് തന്നെ. യെസ്, അടുത്ത ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയല്ലോ. ഓപ്ഷൻ 3 A3 B4 C1 D2. ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വീണ്ടും അലങ്കാരത്തിൽ നിന്നൊരു ചോദ്യം. അലങ്കാരം. ശബ്ദാലങ്കാരം അല്ലാത്തവ ഏത്? ശബ്ദാലങ്കാരം അല്ലാത്തവ ഏത്? നോക്കൂ, ശബ്ദാലങ്കാരം ഏത് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ശബ്ദാലങ്കാരം അല്ലാത്തത് ഏത്? നോക്കൂ, അലങ്കാരത്തെ നമ്മൾ രണ്ടാക്കി തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ശബ്ദാലങ്കാരമാണ്, മറ്റേത് ഏതാണ്? അർത്ഥാലങ്കാരമാണ് അല്ലെ? ഇതിലെ ശബ്ദാലങ്കാരം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അനുപ്രാസം ഏതാണ് മക്കളെ? അനുപ്രാസം ശബ്ദാലങ്കാരമാണോ അർത്ഥാലങ്കാരമാണോ? അനുപ്രാസം ഏതലങ്കാര? അനുപ്രാസം എന്ന് പറയുന്നത് എന്താണ്? അനുപ്രാസം ശബ്ദാലങ്കാരമാണോ അർത്ഥാലങ്കാരമാണോ? നല്ല പിള്ളേരോട് ഞാൻ ചോദിച്ചേ, പറഞ്ഞ അനുപ്രാസം എന്ന് പറയുന്നത് ശബ്ദാലങ്കാരം പ്രധാനമായി 4 തരമാണുള്ളത്. ശബ്ദാലങ്കാരം 4 തരമാണുള്ളത്. അതിലൊന്നാണ് അനുപ്രാസം, മറ്റൊന്ന് യമകം, പിന്നെ അടുത്തുള്ളത് പുനരുക്തവാഭാസമാണ്, മറ്റേത് ചിത്രം. അനുപ്രാസം, യമകം, ചിത്രം എന്നിവയാണ് 4 തരം ശബ്ദാലങ്കാരങ്ങൾ അല്ലെ? അർത്ഥാലങ്കാരങ്ങൾ ഏതൊക്കെയാ? അതിശയം, അതിശയോക്തി, സാമ്യോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി അല്ലെ? അതിശയോക്തി, സാമ്യോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി. ഇതിലെ ശബ്ദാലങ്കാരം അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അനുപ്രാസം ശബ്ദാലങ്കാരമാണ്, യഭംഗം എന്താണ്? ശബ്ദാലങ്കാരമാണ്. അപ്പൊ ശബ്ദാലങ്കാരം അല്ലാത്തത് ഏതൊക്കെയാ? ഉല്ലേഖം, ദീപകം, ദൃഷ്ടാന്തം അല്ലെ? ഉല്ലേഖം അർത്ഥാലങ്കാരാണ്. അർത്ഥാലങ്കാരത്തിലെ ഏത് വിഭാഗത്തിലാണ് ഉല്ലേഖം വരുന്നത്? ഉല്ലേഖം അതിശയോക്തി. ഇപ്രാവശ്യത്തെ I+ന്റെ ലൈവ് ബാച്ച് ആരംഭിക്കുന്നത് യൂണിറ്റ് 9 നിന്നാണ്. യൂണിറ്റ് 9 ലൈവ് ബാച്ച് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്, യൂണിറ്റ് 1 നിന്നൊന്നല്ല. കാരണം ഇപ്രാവശ്യം ഇതുവരെ നടന്ന പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റേഷൻ. സാധാരണ അലങ്കാരത്തിൽ നിന്നൊക്കെ 1-2 ചോദ്യങ്ങളാണ് വരികയെങ്കിൽ ഇവിടെ 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടാണ് ബാക്കി വിഷയങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ നമ്മുടെ ടീമിനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീറ്റിംഗിൽ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ 1ാമത്തെ യൂണിറ്റിൽ നിന്നല്ല തുടങ്ങുന്നത്, 9 നിന്നാണ് തുടങ്ങുന്നത്. കാരണം എന്താണ്? നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതുവരെ പോയ പാറ്റേൺ അങ്ങനെയാണ്, അതുകൊണ്ട് 1ാമത്തെ യൂണിറ്റിൽ നിന്ന് തുടങ്ങണമെന്നല്ല. ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നിട്ടുള്ളത് 9ാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങളിലാണ്. അവിടെ നിന്ന് തുടങ്ങണം. അത് എന്താണ്? തറവാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം അല്ലെ? യെസ്. പിന്നെ ഇപ്രാവശ്യം യൂണിറ്റ് 1 നമ്മുടെ മണിപ്രവാളത്തിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവാണ് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് അടുത്തത് നമ്മൾ അത് ഫോക്കസ് ചെയ്തേ പറ്റൂ, ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പൊ ഉല്ലേഖം എന്നുള്ളത് എന്താണ്? അർത്ഥാലങ്കാരമാണ്, അതിശയോക്തിയിൽ വരുന്നതാണ്. ഇനി
ദീപകവും ദൃഷ്ടാന്തവും ഏതിലാ വരുന്നത്? സാമ്യോക്തി അലങ്കാരങ്ങളാണ് അല്ലെ? സാമ്യോക്തി അലങ്കാരങ്ങളാണ് ദീപകവും ദൃഷ്ടാന്തവും അല്ലേ മക്കളെ? ദീപകവും ദൃഷ്ടാന്തവും എന്താണ്? സാമ്യോക്തി അലങ്കാരങ്ങളാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇവയെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പരീക്ഷകൾക്കും റിപ്പീറ്റേഷൻ വന്നതാണ് അല്ലെ? ഉല്ലേഖം, ഉല്ലേഖം എന്തിലാണ് വരുന്നത്? അതിശയോക്തിയാണ്. ഉല്ലേഖം ഒന്നിനെ തന്നെ പലതായി നിലയ്ക്കുകിൽ കാമനെന്നിവനെ സ്ത്രീകൾ കാലനെന്നോർത്തു വൈരികൾ. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശബ്ദാലങ്കാരം അല്ലാത്തത് ഏത് എന്നാണ്. അനുപ്രാസവും യമകവും ശബ്ദാലങ്കാരമാണ്. അപ്പൊ ശബ്ദാലങ്കാരം അല്ലാത്തത് ഏതൊക്കെയാണ്? ഉല്ലേഖവും ദീപകവും ദൃഷ്ടാന്തവുമാണ്. CDE മാത്രം. ആൻസർ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആൻസർ ക്ലിയർ അല്ലേ? ആൻസർ ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഉല്ലേഖം, ഉല്ലേഖം ഒന്നിനെ തന്നെ പലതായി നിലയ്ക്കുകിൽ കാമനെന്നിവനെ സ്ത്രീകൾ കാലനെന്നോർത്ത് വരികൾ. മക്കളെ, ഉല്ലേഖം എന്നുള്ളത് തന്നിട്ട് ഈ വരികൾ, ഉദാഹരണ വരികൾ മാച്ച് ദി ഫോളോയിങ് എപ്പോഴും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും: പല ഗുണങ്ങളുള്ള ഒരു വസ്തുവിനെ അവയിൽ ഓരോന്നിനെ പ്രമാണിച്ച് ഓരോന്നാക്കി കൽപ്പിക്കുന്ന അലങ്കാരം ഏത്? ഉല്ലേഖം. അങ്ങനെയും ചോദ്യം വരും. അപ്പൊ ചോദ്യം എങ്ങനെ വന്നാലും നമ്മുടെ ക്ലാസ്സിന് നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഉല്ലേഖത്തിന്റെ ലക്ഷണം എന്താണ്? ഉല്ലേഖം ഒന്നിനെ തന്നെ പലതായി നിലയ്ക്കുകിൽ. ഉല്ലേഖം ഒന്നിനെ തന്നെ പലതായി നിലയ്ക്കുകിൽ എന്നുള്ളതാണ് ഉല്ലേഖത്തിന്റെ ലക്ഷണം. പല ഗുണങ്ങളുള്ള ഒരു വസ്തുവിനെ അവയിൽ ഓരോന്നിനെ പ്രമാണിച്ച് ഓരോന്നാക്കി കൽപ്പിക്കുന്നതാണ് ഉല്ലേഖം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ലക്ഷ്യത്തിൽ സൗന്ദര്യ പരാക്രമയുക്തനായ നായകനെ സ്ത്രീകൾ സൗന്ദര്യം പ്രമാണിച്ച് കാമനെന്നായിട്ടും കാമനൻ നിവനെ സ്ത്രീകൾ നായകനെ സ്ത്രീകൾ കാമൻ, അവന്റെ സൗന്ദര്യം പ്രമാണിച്ച് അവനെ കാമനായിട്ടാണ് നിലയ്ക്കുന്നത്. അതേസമയം അതേ വ്യക്തിയുടെ എന്താണ് ശത്രുക്കള് അവന്റെ പരാക്രമണത്തെ നോക്കി കാണുമ്പോൾ അവനെ കാലനായിട്ടാണ് അവരെ തോന്നുന്നത്. അപ്പോ ഒരേ സമയം സ്ത്രീകൾക്ക് സൗന്ദര്യം പ്രമാണിച്ച് അവൻ കാമനാകുന്നു, അതേസമയം വൈരികൾക്ക് അവന്റെ പരാക്രമണത്തെ പ്രമാണിച്ച് അവൻ ആരാകുന്നു? കാലനാകുന്നു. ഒന്നിനെ തന്നെ പലതായി നിലയ്ക്കുകിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉല്ലേഖം എന്ന് വിളിക്കുന്നത്. ഇനി ഉല്ലേഖം തെറ്റിക്കോ മക്കളെ? ഇനി ഉല്ലേഖം തെറ്റിക്കരുത്. തെറ്റിക്കോ എന്നുള്ളതല്ല, തെറ്റിക്കരുത് കേട്ടോ. ഉല്ലേഖം ഒരിക്കലും തെറ്റിക്കരുത്. ഉല്ലേഖം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഉല്ലേഖം. ഓക്കെ, അപ്പൊ ഉല്ലേഖം നമ്മൾ പറഞ്ഞു. അടുത്തത് ദീപകമാണ്. അടുത്തത് ഏതാണ്? ദീപകമാണ്. അനേകം വസ്തുക്കൾക്ക് ഒരേ ധർമ്മത്തിൽ അന്വയം കൽപ്പിക്കുന്നതാണ് ദീപകം. അനേകം ഏകധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം. അനേക ധർമ്മങ്ങളെ ഒന്നിന് ഏകധർമ്മത്തിൽ അന്വയിപ്പിച്ചാൽ അത് എന്താണ്? ദീപകമാണ്. അതായത് ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരെണ്ണമാണ്. ധർമ്മം എന്ന് പറയുന്നത് ഒരെണ്ണമാണ്. എന്നാൽ അനേകം വസ്തുക്കൾക്ക് ഇതിൽ അന്വയം കൽപ്പിക്കുന്നു. അതാണ് ദീപകം എന്ന അലങ്കാരം അല്ലെ? മതം കൊണ്ട് ആന ശോഭിക്കും ഔദാര്യം കൊണ്ട് ഭൂപതി. ഇതാണ് ഇതിന്റെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. മതം കൊണ്ട് ആന ശോഭിക്കും. അപ്പൊ ഇതിലെ ശോഭിക്കും എന്നുള്ളൊരു വാക്കുണ്ട് അല്ലെ? ശോഭിക്കും എന്നതാണ് എന്ത്? ധർമ്മം. ശോഭിക്കും എന്നതാണ് ധർമ്മം. തുടർന്ന് മതം കൊണ്ട് ആനയാണ് ശോഭിക്കുന്നത്, ഔദാര്യം കൊണ്ട് ഭൂപതിയും ശോഭിക്കും എന്ന് പറയുന്നു. അതായത് രണ്ട് വസ്തുക്കളെ, ഇവിടെ ആനയെയും പറയുന്നുണ്ട് ഭൂപതിയെയും പറയുന്നുണ്ട്, രണ്ട് വസ്തുക്കളെ ഒരേ ധർമ്മം ശോഭിക്കും എന്ന ധർമ്മത്തിൽ അന്വയിച്ചിരിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? മതം കൊണ്ട് ആന ശോഭിക്കും, ഔദാര്യം കൊണ്ട് ഭൂപതി. ഏതാണ് പറഞ്ഞത്? ദീപകം. ക്ലിയർ ആണ്? തംസപ്പ് തരണേ. ഓക്കെ, ദീപകം. അടുത്തത് നോക്കൂ, ദൃഷ്ടാന്തം. അടുത്തത് ഏതാണ്? ദൃഷ്ടാന്തമാണ്. ഓക്കെ, അപ്പൊ ഉല്ലേഖം അതിശയോക്തിയിലാണ് പെടുന്നത്, ദീപകം സാമ്യോക്തിയിലാണ് പെടുന്നത്, ദൃഷ്ടാന്തവും എന്താണ്? സാമ്യോക്തിയിൽ പെടുന്നതാണ് ദൃഷ്ടാന്തം. ഉപമാനം, ഉപമേയം എന്നീ വാക്യങ്ങളിലെ സാധാരണ ധർമ്മത്തെ ബിംബ പ്രതിബിംബങ്ങളാക്കി പറയുന്നതാണ് ദൃഷ്ടാന്തം. ഉപമാനം, ഉപമേയ വാക്യങ്ങളിൽ സാധാരണ ധർമ്മത്തെ ബിംബ പ്രതിബിംബങ്ങളാക്കി പറഞ്ഞാൽ ദൃഷ്ടാന്തമാണ്.
അപ്പൊ ഇത് പറയണമെങ്കിൽ ഈ ഉപമാനം ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ചെയ്താലാണ് നിങ്ങൾക്ക് അത് വ്യക്തമാവുള്ളൂ. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് കുറച്ച് സമയമാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. കീർത്തിശാലി ഭവാൻ തന്നെ കാന്തിശാലി സുധാംശുതാൻ എന്നുള്ളതാണ് എന്ത് ദൃഷ്ടാന്തം എന്നതിനെ ഉദാഹരണബദ്ധമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താ വെച്ചാൽ ഇത് ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ ഉപമ പറയേണ്ടി വരും. അതിൽ തന്നെ ഉപമാനം, ഉപമേയം, സാധാരണ ധർമ്മം, ഇത് മൂന്നും പറഞ്ഞാലാണ് നമുക്കിത് വിശദീകരിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദൃഷ്ടാന്തം അതിനെ പ്രതിബിംബങ്ങളാക്കുകിൽ കീർത്തിശാലി ഭവാൻ തന്നെ കാന്തിശാലി സുധാംശുതാൻ എന്നുള്ളത് പഠിച്ചേക്കുക. ഓക്കെ, ദൃഷ്ടാന്തം ക്ലിയർ ആയില്ലോ? അപ്പൊ ശബ്ദാലങ്കാരങ്ങള്, അർത്ഥാലങ്കാരങ്ങള് എന്നിവ ഇമ്പോർട്ടന്റ് ആണ്. ശബ്ദാലങ്കാരങ്ങളും അർത്ഥാലങ്കാരങ്ങളും എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞേ. ഈ അനുപ്രാസം എന്ന് പറഞ്ഞത് എന്താ മക്കളെ? അനുപ്രാസം എന്താ? അനുപ്രാസം പലപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. അനുപ്രാസം വ്യഞ്ജനത്തെ ആവർത്തിക്കിലിടക്കിട, അതായത് വ്യഞ്ജനാക്ഷരങ്ങളെ കൂടെ കൂടെ ആവർത്തിച്ചാൽ അത് എന്ത് പ്രാസമാണ്? അനുപ്രാസമാണ്. വ്യഞ്ജനാക്ഷരങ്ങളെ കൂടെ കൂടെ ആവർത്തിച്ചാൽ അതെന്താണ്? അനുപ്രാസമാണ്. അപ്പോ നമ്മൾ അർത്ഥാലങ്കാരങ്ങൾ എങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നു? അതിശയോക്തി, സാമ്യോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി എന്ന് തിരിച്ചിരിക്കുന്നു. അതിൽ തന്നെ അതിശയോക്തിയിലാണ് ഉല്ലേഖം വരുന്നത്. സാമ്യോക്തി അലങ്കാരങ്ങളാണ് ദീപകവും ദൃഷ്ടാന്തവും. ശബ്ദാലങ്കാരങ്ങൾ 4 തരത്തിലുണ്ട്. അവയിലാണ് അനുപ്രാസവും യമകവും വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. ആവശ്യമുള്ളതെല്ലാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് അവയെല്ലാം ഞാൻ സ്ലൈഡ് ആയിട്ട് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യം. ഫോക്ലോറിന്റെ സവിശേഷതയല്ലാത്തത് ഏത്? ഇതും എന്താണ്? ഇതും ഒരു സ്ഥിര ചോദ്യമാണിപ്പോ. ഫോക്ലോറിന്റെ സവിശേഷത എല്ലാം പഠിക്കും. ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ ചിലവർ വിട്ടുകളയും. അങ്ങനെ അബദ്ധം പറ്റിയവരൊക്കെ ഉണ്ട് കൂട്ടത്തില്. പറഞ്ഞേ, ശബ്ദാലങ്കാരങ്ങളല്ലാത്തത് ഏതാ? ശബ്ദാലങ്കാരങ്ങളല്ലാത്തത് ഏതാ? ശബ്ദാലങ്കാരങ്ങളല്ലാത്തത് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകതയാണ് ഈ അല്ലാത്തത് ചോദിക്കല്. ശബ്ദാലങ്കാരങ്ങൾ അല്ലാത്ത സോറി ഫോക്ലോറിന്റെ സവിശേഷതയല്ലാത്തത് ഏത്? എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിയതാണേ. ഫോക്ലോറിന്റെ സവിശേഷതയല്ലാത്തത് ഏത്? ഏതാണ് ഫോക്ലോറിന്റെ സവിശേഷതയല്ലാത്തത്? വാമൊഴി വഴക്കം ഫോക്ലോറിന്റെ സവിശേഷതയാണ്. പാഠബഹുലത ഫോക്ലോറിന്റെ സവിശേഷത തന്നെയാണ്, അല്ലെ? പരിണാമ വിധേയത, കാലഘട്ടങ്ങൾക്കനുസരിച്ച് പല പരിണാമങ്ങളും വരാറുണ്ട്. സകർത്തൃക ലിഖിത പാഠം ആണോ ഫോക്ലോറിന്റെ സവിശേഷതയാണോ? അല്ല, ഒരിക്കലും അല്ല. ഓക്കെ, അടുത്ത. അപ്പൊ ഫോക്ലോറിന്റെ സവിശേഷതകൾ: പാരമ്പര്യം, സംഘകർത്തൃകത, വാമൊഴി വഴക്കം, പാഠബഹുലത, പരിണാമ വിധേയത, ധർമ്മപരത, ഭിന്നാത്മകത, സംവാദാത്മകത, പ്രായോഗികത. സംഘകർത്തൃകമായിട്ടുള്ളവയാണ്, അല്ലെ? ഏകകർത്തൃകമാണ്, സകർത്തൃകമാണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഫോക്ലോറിന്റെ സവിശേഷതകൾ ഇതൊക്കെ നമ്മുടെ നോട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള സ്ലൈഡുകളാണ് കേട്ടോ. ഇതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ നോട്ടില് ഉൾപ്പെടുത്തി പോയിട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ? യെസ്. നമ്മുടെ വിമർശനം, മലയാള സാഹിത്യ വിമർശനം, നിരൂപണ പദ്ധതികൾ, 1ാമത്തെ യൂണിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് മലയാള സാഹിത്യ നിരൂപണം, വിമർശനം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അതിൽ തന്നെ നമ്മളിപ്പോ ഒരു കൃതിയുടെ ഉള്ളടക്കമൊക്കെ പഠിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നിർബന്ധമായിട്ട് നമ്മളെ ഒരു വിമർശകന്റെ കൃതി പഠിക്കുമ്പോൾ കുട്ടിക്കൃഷ്ണമാരാരുടെ എല്ലാ കൃതിയുടെയും ഉള്ളടക്കം നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ ഉള്ളിൽ ഏതൊക്കെ ലേഖനങ്ങൾ ഏതിന്റെ ഉള്ളിലൊക്കെയാണ് വരുന്നത്. വാത്മീകിയുടെ രാമൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പൊ ചോദിക്കൂ, ആദ്യം ചോദ്യം വരാറുള്ളത് നിഷ്പക്ഷ നിരൂപണം ആരുടേതാണ് എന്നാണ്. നിഷ്പക്ഷ നിരൂപണം എന്നുള്ള പ്രബന്ധം എഴുതിയത് ആരാണ്? മാരാരാണ്. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഈ പ്രബന്ധം അല്ലെങ്കിൽ ഈ ലേഖനം വരുന്ന കൃതി ഏത് എന്നുള്ളതാണ്. ഏതാണ് ആ കൃതി? നിഷ്പക്ഷ നിരൂപണം എന്ന പ്രബന്ധം വരുന്ന മാരാരുടെ കൃതി ഏത്? കൈവിളക്ക്, പലരും പലതും, സാഹിത്യവിദ്യ, ഭാരത പര്യടനം. ഏതാണ്? നാല് 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 എല്ലാവരും 4ആണോ ഉറപ്പിച്ച് പറയുന്നേ? ഉറപ്പാണോ? ഒരു മിനിറ്റ്, ഒരു ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ട്.
ക്രോസ് ചെക്ക് ചെയ്യട്ടെ. കുറച്ച് സമയം എനിക്ക് തരൂ. ഒരു ചെറിയ ഡൗട്ട് എനിക്ക് ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ കീയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആൻസർ കീ പ്രകാരം ഇതിന്റെ ആൻസർ എന്തായിരുന്നു? ആൻസർ കീ പ്രകാരം ഇതിന്റെ ആൻസർ എന്തായിരുന്നു മക്കളെ? നിഷ്പക്ഷ നിരൂപണം എന്ന പ്രബന്ധം വരുന്ന മാരാരുടെ കൃതി 776 ക്വസ്റ്റ്യൻ ID നമ്പർ. ഒരു മിനിറ്റ് ഞാനിതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എനിക്ക് എന്തോ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. 776 ഓപ്ഷൻ 3 ആണല്ലോ കൊടുത്തിരിക്കുന്നത്. 776 ഓപ്ഷൻ 3 സാഹിത്യവിദ്യ. നിഷ്പക്ഷ നിരൂപണം ഭാരത പര്യടനത്തിലാണോ? നിങ്ങൾ എല്ലാവരും ഭാരത പര്യടനം ഉറപ്പിച്ചു പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട്. ആൻസർ കീ പ്രകാരം സാഹിത്യവിദ്യയാണ് ആൻസർ അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെനിക്ക് മാർക്ക് ചെയ്ത് തന്നതാണ് പിള്ളേര്. നിങ്ങൾ എല്ലാവരും കൂടി പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട്, അത് ഇതിലേതാണ് എന്നുള്ളത്. ഒരു മിനിറ്റ്. മലയാള സാഹിത്യ വിമർശനം. ഒരു മിനിറ്റ് ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. 4 ഉറപ്പാണ് എന്ന് പലരും പറയുന്നത് കൊണ്ടുള്ള ഒരു ഡൗട്ടാണ്. ഒരു ഡൗട്ട് വന്നത് തീർത്തു പോവാണ് നല്ലത് അല്ലേ? ഇതിനകത്തേക്ക് വയ്ക്കൊന്നും വേണ്ട. നിഷ്പക്ഷ നിരൂപണം കൃഷ്ണമാരാരുടേതാണ്. ഞാൻ ബുക്ക് എടുക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ. എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. കുട്ടിക്കൃഷ്ണമാരാരെ 1900 1970 ഫോറസ്റ്റ് കാവ്യമീമാംസയിൽ അധിഷ്ഠിതമായ രീതി ഭാരത പഠനം കളജീവിതം തന്നെ. നിഷ്പക്ഷ നിരൂപണം കളജീവിതം തന്നെ കൃതിയാണ് കൊടുത്തിരിക്കുന്നത്. 3 മിസ്സേ. ഉറപ്പിക്കാല്ലേ? 3 സാഹിത്യവിദ്യ. അത് തന്നെയാണ് കേട്ടോ ആൻസർ. നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞപ്പോ എനിക്കും കൺഫ്യൂഷനായി. മിസ് തന്ന നോട്ടിൽ, അതെ ഞാൻ തന്ന നോട്ടിലുണ്ട്, അതാണ് ഞാൻ തപ്പുന്നത്. എനിക്ക് കിട്ടുന്നില്ല. നിഷ്പക്ഷ നിരൂപണം സാഹിത്യവിദ്യയിലാണ് കേട്ടോ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയാവേ. സാഹിത്യവിദ്യയിലേതാണ് എന്നുള്ളതാണ് എന്റെ അറിവ്. സാഹിത്യവിദ്യയാണ് ആൻസർ. കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും കൂടി കുറെ പേര് ഓപ്ഷൻ 4 പറഞ്ഞപ്പോഴേ ഷൈനിമോൾ ടീച്ചറെ സാഹിത്യവിദ്യയാണ് ആൻസർ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കറന്റ് കോർഡിനേറ്റേഴ്സോ ആരെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ക്ലാസ്സിന്റെ ഇടയിലോ കമന്റ് ചെയ്താൽ മതി. ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയാം. അല്ലെങ്കിൽ ഞാൻ ഉടൻ തന്നെ നാളെ ഇങ്ങനെ അക്കാദമിയിൽ പോയിട്ട് ആ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് ഞാൻ നമ്മുടെ ലളിത മലയാളം ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ഡൗട്ട് നമ്മൾ വന്നത് കൂടുതൽ നേരം വെച്ചിരിക്കരുതല്ലോ, ക്ലിയർ ആക്കണം. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോ നോക്കൂ, സാഹിത്യഭൂഷണം മലയാള ശൈലി. കുട്ടിക്കൃഷ്ണമാരുടെ കൃതികള് കാലഗണന അനുസരിച്ചിട്ട് നോട്ട് ചെയ്തോളൂ. ഇത് കുട്ടിക്കൃഷ്ണമാരുടെ സമ്പൂർണ്ണ കൃതികളുടെ ഫ്രണ്ട് പേജിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സാഹിത്യഭൂഷണം മലയാള ശൈലി, സാഹിത്യ സല്ലാപം, രാജാങ്കണം, സാഹിത്യവിദ്യ, ഭാരത പര്യടനം, ചർച്ചായോഗം, വൃത്തശില്പം, ഗ്രന്ഥഗോപുരം, 15 ഉപന്യാസം, കലജീവിതം തന്നെ. ക്ലിയർ അല്ലേ? യെസ്. കുട്ടിക്കൃഷ്ണമാരാരുടെ പ്രധാന കൃതികൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ചോദ്യം കൂടി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സെമിയോളജി, സെമിയോട്ടിക് എന്നീ വാക്കുകൾ ഉണ്ടായത് ഏത് ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ്? നമ്മൾ ഇത്തരത്തിലെ പാശ്ചാത്യത്തിലെ പല കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇന്ന വാക്കിൽ നിന്നാണ്, ഇന്ന ഭാഷയിൽ നിന്നാണ് ഈ പദത്തിന്റെ ഉത്ഭവം എന്ന് പലപ്പോഴും പറയാറുണ്ട്. പലരും അതെന്താണ് നിസ്സാരമായിട്ട് ഗണിച്ച് സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അത് തന്നെ ചോദ്യമായിട്ട് വന്നത് കണ്ടോ. സെമിയോളജി, സെമിയോട്ടിക് എന്നീ വാക്കുകൾ ഉണ്ടായത് ഏത് ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ്? സെമിയ, സെമിനി, സെമിയോൺ, സെമിയോളജി. ഏതിൽ നിന്നാണ്? യെസ്, സെമിയോൺ. സെമിയോൺ ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സെമിയോൺ എന്ന ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ് സെമിയോളജി, സെമിയോട്ടിക്സ് എന്നീ വാക്കുകൾ ഉണ്ടായത്. ക്ലിയർ അല്ലേ?
സെമിയോൺ. യെസ്. 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ബാക്കി ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.